ഇത്തവണ കേരളത്തിന്റെ വോട്ട് ആവശ്യം, വോട്ട് അവകാശം തൃശൂർക്കാർ കേരളത്തിന്റെ ഹൃദയവികാരം മാനിച്ച് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായകർ അവരുടെ ഹൃദയസ്പർശം അവരുടെ വിരൽ തുമ്പിലൂടെ താമരയെ തൊട്ടുണർത്തി തൃശൂരും അതുവഴി കേരളത്തെയും വിരിയിക്കും എന്ന ആത്മവിശ്വാസം മാത്രമാണ്. അതിൽ കൂടുതലൊന്നും ഇന്നൊരു പ്രചരണത്തിനായി ഞാൻ ഉപയോഗിക്കാൻ പാടില്ല. സന്തോഷം. എനിക്ക് വേണ്ടി എനിക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാനുള്ള അവസരം. അതാണ് ഏറ്റവും വലിയ മഹത്വമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അന്നേരേക്കും സീനിയർ സിറ്റിസൺ എത്തി, പിന്നെ ബൈസ്റ്റാൻഡർ ഉണ്ടാവും. പിന്നെ ഞാൻ അത് 10ാമതായിട്ട് വോട്ട് ചെയ്യാമെന്ന് നിശ്ചയിച്ച് പോയി ഇരുന്നു. ഉറപ്പിക്കണ്ടേ? എല്ലാ ഘടകങ്ങളിലും കഴിഞ്ഞ 10 വർഷത്തെയെങ്കിലും എംപിമാരുടെ പ്രവർത്തനം അത് ജനങ്ങളുടെ അവകാശങ്ങളിലേക്കാണോ ആ പ്രവർത്തനം ചെന്ന് തിലകം ചാർത്തിയത്, തിളക്കം ചാർത്തിയത്, അല്ലെങ്കിൽ അവരെ ഒന്ന് സാന്ത്വനിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ അവരുടെ ലഭ്യതകൾ വഴി ആ വിലയിരുത്തൽ തന്നെയായിരിക്കും. അത് മാത്രം മതി വിജയിക്കാൻ ഏറ്റവും നല്ല ഘടകം. അതിനപ്പുറം ഒന്നുമില്ല. 10 വർഷത്തെ എംപിയുടെ ഡ്യൂട്ടി, എംപിയുടെ റെസ്പോൺസിബിലിറ്റി, അത് ജനങ്ങളുടെ പക്ഷത്ത് എത്ര, അത് വിലയിരുത്തിയാൽ മതി. അതുതന്നെയാണ് വിജയസാധ്യതയുടെ വലിപ്പവും അത് തന്നെയാണ്. അത് ഇത്തിരി കടുപ്പായിപ്പോയി. ഒന്നാമത് അല്ല കഷ്ടപ്പാടൊന്നും, മറ്റൊന്ന് ഇത്രയും ദിവസം ജനങ്ങളെ സഹിക്കേണ്ടി വരുന്നു ഈ ഒച്ചയും ബഹളവും. ഇത്രയും ദിവസം സമ്പർക്കമെന്ന് പറഞ്ഞ എത്ര പാർട്ടിക്കാരാണ് കയറി ഇറങ്ങുന്ന വീടുകളിൽ? എത്ര ചെലവാണ് അധികരിച്ചു പോകുന്നത്? 95 അല്ലെങ്കിൽ 97 ലക്ഷമേ ചെലവാക്കൂ എന്ന് പറയുന്നു, ചെലവാക്കാവൂ എന്ന് കർശന നിർദ്ദേശം. എന്നിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി വെച്ചാൽ അത് വലിയ ഒരു ജക്സ്റ്റപോസിഷനാണ്. ഒരിക്കലും ആ രണ്ടഭിപ്രായവും കൂടെ ചേർത്തില്ല. ഈ മണ്ഡലത്തിന്റെ അല്ല, അവര് പാർട്ടിയുടെ വിലയിരുത്തലല്ല, അവരുടെ നിശ്ചയം തൃശൂർ വഴി അതുപോലെയുള്ള കേരളത്തിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ വഴി അവർക്ക് നേരിട്ട് അവരുടെ പാർട്ടിയുടെ പ്രതിനിധികൾ ജനങ്ങളുടെ പ്രതിനിധികളാവണം. അവർ വഴി കുറച്ചുകൂടി കാര്യക്ഷമമായി പദ്ധതികൾ ഓരോന്നായിട്ടെടുക്കൂ. കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് മുദ്ര എടുക്കൂ? കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് നമ്പേഴ്സ് കുറയുന്നു? അപ്പോ ബിജെപിയുടെ ഗവർണൻസിന്റെ ഒരു തീരുമാനം കുറച്ചുകൂടി കാര്യക്ഷമം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ 10 വർഷത്തെ മോദി, അതിനു മുമ്പുള്ളത് ഞാൻ വിലയിരുത്താൻ പറഞ്ഞിട്ടില്ല, അതും കൂടെ വേണമെങ്കിൽ വിലയിരുത്തിക്കോളൂ. അപ്പൊ ആ മോദി ഗവർണൻസിന്റെ പൂർണ്ണമായ വിനിയോഗം അർഹരായ ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് ഈ 20 എംപിമാർക്കും കഴിഞ്ഞ 5 വർഷം സാധിച്ചില്ല, അതിന് മുന്നലത്തെ 5 വർഷവും സാധിച്ചില്ല. അവരുടെ സ്വന്തം എംപിമാർ വഴി അത് ചെയ്യണമെന്നുള്ള അവരുടെ ആഗ്രഹമാണ്, അവരുടെ പ്രതീക്ഷയാണ്, അവരുടെ പ്രാർത്ഥനയാണ്, അവരുടെ ആത്മവിശ്വാസം. താങ്ക് യു. ഇനി എന്നെ വിട്ടിട്ട് നിങ്ങൾ അനങ്ങിക്കും.